ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടം, ചെല്ലാർകോവിൽ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അരുവിക്കുഴി വ്യൂ പോയിൻ്റ് ഒരു 2-2.5 കൊല്ലം ആയതേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അതിന് മുമ്പ് നമുക്ക് ആർക്ക് വേണേലും പാസ്സൊന്നും എടുക്കാതെ ഫാമിലിയായിട്ട് അവിടെ പോയിരിക്കുമായിരുന്നു. ഇപ്പം പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. വൈകുന്നേരങ്ങളിലെ കാഴ്ച അതീവ മനോഹരമാണ് ഇവിടെ. സമയം പോകുന്നതും അറിയില്ല. വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരുമായിട്ട് കുറേ സമയം വന്നിരിക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ മെയിൻ സ്ഥലം ഇവിടം തന്നെയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കാണ് ഈ വെള്ളം പതിക്കുന്നത് താഴോട്ട്. ചെല്ലാർകോവിൽ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നൊഴുകി തമിഴ്നാട്ടിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം. ഇടതൂർന്ന പച്ചപ്പിന് നടുവിൽ ശാന്തമായി ഒഴുകുന്ന അരുവിക്കുഴി മഴക്കാലത്ത് നല്ല അടിപൊളിയാണ് കാണാൻ. ഇത് മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ ഇരുന്നാലും വെള്ളം താഴേക്ക് പതിക്കുന്നതിൻ്റെ സൗണ്ട് ഹെവിയായിട്ട് കേൾക്കാൻ പറ്റും. ഇത് താഴേക്ക് ഏകദേശം 3500 അടിയാണെന്നാണ് പറയുന്നത് കേട്ടെ. ഇവിടുന്ന് താഴോട്ട് കാണുന്ന സ്ഥലമാണ് കമ്പം തേനി ഏരിയ. അപ്പം അവധി ദിവസങ്ങളിലൊക്കെ 100 കണക്കിന് ആൾക്കാരാണ് വെള്ളച്ചാട്ടം കാണാനും എല്ലാം കൂടെ ആയിട്ട് വരുന്നത്. അപ്പം കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം ഏകദേശം സെൻറ്ററാണെന്ന് പറയാം കുഴി എന്ന് പറയുന്ന സ്ഥലം. കേരള തമിഴ്നാട് അതിർത്തിയാണ് ഇവിടം. അത് ഓരോ സമയത്ത് വന്നാൽ ഓരോ ക്ലൈമറ്റാണ്. ചില സമയത്താണെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഭയങ്കര മഞ്ഞാണ്. അതുപോലെ രാവിലെയും അതിഭീകര മഞ്ഞായിരിക്കും. ഈ ക്ഷേത്രം മുതൽ താഴോട്ടാണ് തമിഴ്നാടിൻ്റെ സ്ഥലം. ഇതൊക്കെ ഒരുപാട് നമ്മുടെ മലയാള സിനിമയുടെ ഒക്കെ ലൊക്കേഷൻസ് ആണ്. പിന്നെ ഒരു ഹിഡൻ ഗുഹയുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമ്മളപ്പുറത്ത് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നതിൻ്റെക്കാളിലും വളരെ അടുത്തായിട്ട് കമ്പം ഏരിയ കാണാൻ പറ്റും ഇവിടുന്ന്.
അത് തലയ്ക്ക് ഇതായിരുന്നു. അല്ലേ